ഹായ് ഗായ്സ്, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഫുഡ് ബ്ലോഗ് ചെയ്യാന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ട് അൽസാജ് കിച്ചണിലോട്ട് പോവാണ്. ഏട്ടൻ കുറെ കാലം കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്കൊരു ചാൻസ് കിട്ടി. സോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അൽസാജിന്റെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്താണ് മെയിനായിട്ട് ട്രൈ ചെയ്യാൻ പോണത്? എന്താ അവിടെ ഉള്ളത് എന്താ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് രാവിലെ പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരിക്കുകയാണ് കുട്ടി. അല്ലാണ്ട് ഞങ്ങള് നല്ല തിരക്കായിരിക്കും, കാരണം ഇന്ന് സൺഡേ ആണ്. ഉച്ചക്ക് ആണ്, ഉച്ച സമയമാണ്. നല്ല തിരക്കായിരിക്കും എന്ന് ഞങ്ങൾ മനസ്സിലിങ്ങനെ ഓൾറെഡി വിചാരിച്ചിട്ടാ പോകുന്നത്. അപ്പൊ പിന്നെ നമുക്ക് തിരക്കായാലും വലിയ പ്രശ്നം തോന്നില്ല. മറ്റേത് പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാന്ന് ഓർത്തിട്ട് പോകുമ്പോ ചിലപ്പോ നമ്മൾ ആകെ ഒരു ഇതായിരിക്കും. അവിടെ പോകുമ്പോ അങ്ങനെ വിചാരിച്ച് പോകാൻ പറ്റില്ല, തിരക്കുണ്ടാവാം. നേരത്തെ സീറ്റ് കിട്ടിയാൽ അത്രയും നല്ലത്. ഞങ്ങൾ ആദ്യം നൈറ്റ് വിചാരിച്ചു, പക്ഷെ ഞങ്ങളിപ്പോ നൈറ്റ് അങ്ങനെ വലിയ ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് മാക്സിമം ഫുഡ് കഴിച്ചിട്ട് പിന്നെ അതെ ഈവനിങ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് ഏട്ടൻ ട്രൈ ചെയ്ത ഏട്ടൻ ഒരു പ്രാവശ്യം പോയി കുറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കാം. അങ്ങനെ ഇതേ നേരെ ഞങ്ങൾ ആലുവയിൽ അൽസാജിലോട്ടുള്ള വഴിയിലോട്ട് പോവാണ്. അപ്പം നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല, കാരണം ഗൂഗിൾ ലൊക്കേഷൻ ഓൾറെഡി ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. അൽസാജിന് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. അല്ലാതെ അവിടെ നിന്ന് ആരോട് ചോദിച്ചാലും നമുക്ക് അൽസാജിലോട്ടുള്ള വഴി പറഞ്ഞു തരും. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഞങ്ങളിത് നല്ല വെയിലായിരുന്നു, എന്താ പറയാ നല്ല ഉച്ച സമയമായിരുന്നല്ലോ, അപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടിയില്ല, ഫുള്ളായിരുന്നു. റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ ഫുള്ളായിരുന്നു പാർക്കിംഗ്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് അൽസാജിന്റെ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിത് അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങളിത് നേരെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, നമുക്ക് സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കായിരിക്കുന്നു എന്തായാലും പറയാം. എന്നിട്ട് ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങിയായിരുന്നു ഫ്ലാറ്റിൽ നിന്ന്, കാരണം ഇൻ കേസ് തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്നിട്ടും ഞങ്ങൾ ഇവിടെ 12:30 1 മണിന് മുമ്പ് ഞങ്ങൾ എത്തിയായിരുന്നു. എന്നിട്ടും നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങളിത് നേരെ കയറി. അപ്പൊ തന്നെ ഷിയാസിക്ക പുറത്തോട്ട് എന്താ ആവശ്യത്തിനും പോവാറുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് ആള് പാസ് ചെയ്തു. അത് കഴിഞ്ഞത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇരുന്ന ആ ഒരു ഏരിയയിൽ, കാരണം റിവർ സൈഡൊക്കെ അത്യാവശ്യം ഫുള്ളായിരുന്നു. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെ, എല്ലാവരും അവിടെയൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങളിത് മെനു ഒക്കെ നോക്കി, ഞാനിങ്ങനെ അവിടുത്തെ ഒരു മെനു ഇങ്ങനെ നോക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി എനിക്ക് മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒക്ടോപ്പസ് കഴിക്കാനായിരുന്നു. അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് മെനുവിലുള്ളതെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കുറെ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. കാരണം കുറെ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഇത് എൻ്റെ ഒക്ടോപ്പസ് വന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചട്ടിച്ചോറായിരുന്നു പറഞ്ഞത്, അൽസാജ് സ്പെഷ്യൽ ചട്ടിച്ചോറ്. പിന്നെ ഞങ്ങൾ ബീഫ് റാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം പിന്നെ ഞങ്ങൾ ഇത് എന്താ പറയുക എൻജോയ് ചെയ്ത് ഇതാണ് ബീഫ് റാൻ. അത് കുറച്ച് ടൈം എടുത്തായിരുന്നു. ബാക്കി രണ്ടും ആദ്യം വന്നു. ഇതാണ് ബീഫ് റാൻ, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഈ 3 ഡിഷസും ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് മാക്സിമം പറ്റുന്ന പോലെ ഞങ്ങൾ കഴിച്ച് കാലിയാക്കി. അപ്പം ഞങ്ങളോട് ഷിയാസൊക്കെ വന്നിരുന്നു, കുറേ നേരം സംസാരിച്ചു. നല്ലൊരു വൈബായിരുന്നു ആള്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഏട്ടൻ പിന്നെ അറിയാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലപോലെ സംസാരിച്ചു, നല്ലൊരു വൈബായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയണം വയ്യ, കാരണം കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ഹെവി ആയിപ്പോയി. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ അവിടെ ചുറ്റും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു ആളെ. അപ്പൊ ഞങ്ങളിത് അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നൈറ്റാണ് ഇവിടുത്തെ ശരിക്കും ആ വിഷ്വലി ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നൈറ്റ് ആയിരിക്കും ആ ഒരു വൈബ് ഉണ്ടാവുക. ഞങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഇനി നൈറ്റ് വരണം. പിന്നെ അവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, കൂടാതെ നമുക്ക് ബോട്ട് ഡൈനിങ്ങും കൂടി അവൈലബിൾ ആണ്. അത് അവിടെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇപ്പൊ കാണിച്ചു തരാം. ഇത് റേറ്റും കാര്യങ്ങളും ഒക്കെ
ഇവിടെ നോക്കിയതാ 6 പേഴ്സൺ. അങ്ങനെ നമുക്ക് നമ്മളിഷ്ടത്തിന് നമുക്ക് അവിടുന്ന് ഡൈനിങ് എടുക്കാം. അത് ഓരോരുത്തരെ ഇത് ചൂസ് ചെയ്യുന്ന പോലെ. അതുപോലെ ഇത് മുകളിലോട്ടൊക്കെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലും ഡൈനിങ് ഉണ്ട്. അതും ഒക്കെ നല്ല ഉള്ള സ്പേസിനെ ഭയങ്കര എന്താ പറയാ വൈഡായിട്ട് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും പറയുമല്ല കേട്ടോ, പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ദിവസം എന്തായാലും നൈറ്റ് വരണം എന്നുണ്ട്. പിന്നെ ഇതേ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫിഷ് ഒക്കെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പറയുന്ന ഫിഷ് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തോ എന്തോ വേണമെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവർ തരും. അതാണ് എല്ലാ വലിയ മീനും ചെറിയ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ വണ്ടീൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെ ഞങ്ങളിതേ വണ്ടിയിൽ കയറി. ഗൈസ് ഞങ്ങൾ തളർന്നിരിക്കുകയാണ് ഗൈസ്. കാരണം അതെ ഒരിത്തിരി പോലും സ്ഥലമില്ല, അത്രയും ഞങ്ങൾ കഴിച്ച് ഞാനൊരു ചൂട് കട്ടൻ ചായ കുടിച്ചപ്പോ ഒന്നിങ്ങനെ ഇറങ്ങി, ആ ചൂടങ്ങനെ ഇറങ്ങിയപ്പോ എന്താ സുഖം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് നീരാളി കഴിച്ചപ്പോ എന്ത് തോന്നി? നല്ലായിരുന്നു. വെല്ലുവിളിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ മസാലയിൽ ഇങ്ങനെ അത് ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസാല ഇല്ല എന്തോ ഒരു ഡിപ്പ് തന്നില്ലേ, ആ ഡിപ്പില്ലാതെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് കൂന്തലിന്റെ തന്നെ പോലെ നമുക്ക് തോന്നും, പക്ഷെ എന്നാലും എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു. അത് ആളെന്നെ പറയുന്നുണ്ട്, അതായത് അതിലെന്ത് മസാലയാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ടേസ്റ്റ് വരും അതിന്റെ മീറ്റിന്. അതാണ് അതിന്റെ മീറ്റിന്റെ ഇത്. പക്ഷെ നല്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ചട്ടിച്ചോറും അതെ നല്ലായിരുന്നു. ബീഫ് ഫ്രൈന് നമ്മൾ എല്ലാം ഇങ്ങനെ എടുത്തപ്പോഴേക്കും അതിന്റെ ഒരു ആ ഒരു കുരുമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ് കൂട്ടി കഴിക്കുമ്പോ അല്ലാതെ നമ്മള് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഡയറക്റ്റ് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചട്ടിച്ചോറും അതെ നല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കൊറേ ഉണ്ടായിരുന്നു, ഫുൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഓരോന്നിന്റെ ടേസ്റ്റ് നമുക്ക് മീൻ പീര പിന്നെ ഫ്രൈ കൊറേ ഉണ്ടായിരുന്നു. അയില ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു, ചെമ്മീൻ, കക്ക, ബീഫിന്റെ ഡ്രൈ ഫ്രൈ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ അതെ അത് ഞങ്ങൾ എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ റൈസ് തരും, ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചതുകൊണ്ട് വലിയ ഒരു ഭയങ്കര ഇതായി തോന്നിയില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ ചട്ടിച്ചോറ് കഴിച്ചപ്പോ സെറ്റായി, ഫുൾ സെറ്റല്ല ഹെവിയായി. അതെ അത് പിന്നെ കഴിച്ചു, ഒരു സ്റ്റാർട്ടർ പോലെ നമ്മൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചട്ടിച്ചോറ് രണ്ടുപേരും ഷെയർ ചെയ്തപ്പോ തന്നെ, കാരണം കുറേ ഇൻഗ്രീഡിയൻസ്. പിന്നെ എനിക്കൊരു ഏറ്റവും വലിയൊരു ഇത് ഇഷ്ടപ്പെട്ടത് റൈസ് കുറവാണ്. കാരണം സാധാരണ അതെ, കാരണം ചില ചട്ടിച്ചോറിൽ ഞാൻ കുറെ ചിലതല്ല കോമൺ ആയിട്ട് കുറേ ചോറ്, ഇത് ചോറ് ഭയങ്കര കുറവാ. സാധനങ്ങൾ റൈസ് തരും. അതെ പിന്നെ റാനിലേക്ക് കൈ കടത്തിയപ്പോൾ പിന്നെ എല്ലാം പോയി. അതെ അതേപോലെ. പക്ഷെ നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഒരു പ്രാവശ്യം നൈറ്റ് പോണമെന്നുണ്ട്. നിധിക്കുഴി അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇനി നൈറ്റ് ഒരു പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. കാരണം അവിടുത്തെ ആ വൈബിന് ശരിക്കും നൈറ്റ് ഭയങ്കര നല്ലായിരിക്കും. അപ്പൊ ഞങ്ങൾ നൈറ്റ് ഫുഡ് കുറവാണ് കഴിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് പോവാന്ന് വിചാരിച്ചത്. ഇനിയിപ്പോ നമ്മൾ 2-3 ഐറ്റം നമ്മള് എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോ പോകുമ്പോ ഇക്ക പറഞ്ഞു 20 പ്രാവശ്യം വന്നാലേ ഉള്ളൂ അവിടുത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ട്രൈ ചെയ്ത് അതെ തീർക്കാൻ പറ്റത്തുള്ളൂ. അതെ അല്ലാതെ സെപ്പറേറ്റ് വേറെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊന്നും ചില ഐറ്റംസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ട് ഒരാൾക്കൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. അത് നിധിക്കോഴി ആണെങ്കിൽ നമുക്ക് 2 ആൾക്ക് വേണം കഴിക്കാൻ. അതേസമയം ഇപ്പൊ
കാലാണെങ്കിൽ ബീഫിന്റെ കാലുണ്ട്, പോത്തും കാലുണ്ട്. അതാണെങ്കിൽ ഒരു 4 പേരെങ്കിലും വേണം ആ സാധനം കഴിക്കാൻ. രണ്ടാളെ കൊണ്ടൊന്നും നടക്കില്ല. അപ്പം അതും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടിയിട്ട് വേണം പോവാൻ. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഒന്ന് ഞാൻ നടന്ന് ഒക്കെ എന്തെങ്കിലും തേച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പൊ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം തപ്പി ഇങ്ങനെ ഇറങ്ങിയതാണ്. വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതെ, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഹിൽ പാലസിൽ പോവാണ്. ഞാൻ ഇതുവരെ ഹിൽ പാലസ് കണ്ടിട്ടില്ല ഗൈസ്. അവിടെ നമ്മൾ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ നടന്നൊക്കെ വരുമ്പോഴേക്ക് രണ്ടാളൊന്നും സെറ്റ് ആവും. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്.